അപ്പൊ മൂന്നാമത്തെ പെൺകുട്ടി, ഏറ്റവും ഇളയ പെൺകുട്ടി അവിടെ നിന്ന് പറയാണ്, കണ്ടുപിടിക്കില്ലടാ, നീ കണ്ടുപിടിക്കില്ലടാ, എടാ സഫ്വാനെ നീ കണ്ടുപിടിക്കില്ല. അവസാനം നിങ്ങൾ പറഞ്ഞ ജിന്നെ ഇറക്കിയിട്ടില്ല, സൊഫാൻ അവിടുന്ന് ജിന്നിനെ കണ്ടിട്ടില്ല, ജിന്നെ ഇറക്കാൻ പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കാനും പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കുന്ന ആളുമല്ല, നീ സൊഫാൻ ഇറക്കിയിട്ട് ഇറങ്ങൂല്ല. തൂണൊക്കെ മാറിയ പെൺകുട്ടിയുടെ പിന്നെ കുറച്ചൊരു 1/4 മണിക്കൂർ എടുത്ത് ആ പെൺകുട്ടി റിക്കവർ ചെയ്ത് വരാൻ വേണ്ടി. പക്ഷെ രണ്ടാമത്തെ പെൺകുട്ടി നമ്മൾ അതിനുശേഷം രണ്ടാമത്തെ ഒരു സിറ്റിംഗ്, ഏറ്റവും ലാസ്റ്റ് 3-ാമത്തെ ദിവസത്തെ അവസാനത്തെ ഓത്ത് കഴിഞ്ഞ് ഒന്നുകൂടി ഇരുന്നു, ഒരു 10:30 സമയം രാത്രി. അങ്ങനെ ഇരുന്നപ്പോഴേക്കും പെൺകുട്ടി ഫുൾ ഡീറ്റെയിൽ അങ്ങ് പറയാൻ തുടങ്ങി. അവരുടെ വീട് മൈസൂർ ബാംഗ്ലൂർ റോട്ടിലാണ്. അവിടുത്തെ ഫുൾ ഡീറ്റെയിൽ അവർ പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണിൻ്റെ തലക്ക് വെയിറ്റ് താങ്ങാൻ കഴിയുന്നില്ല. പെണ്ണ് അവസാനം പറഞ്ഞു, സഫാൻ നിർത്തു, എനിക്ക് വയ്യ, എൻ്റെ തല വെട്ടിപ്പൊളിയുന്നു പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ജിന്നെ ഇറക്കിയിട്ടില്ല, സൊഫാൻ അവിടുന്ന് ജിന്നിനെ കണ്ടിട്ടില്ല, ജിന്നെ ഇറക്കാൻ പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കാനും പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കുന്ന ആളുമല്ല, നീ സൊഫാൻ ഇറക്കിയിട്ട് ഇറങ്ങൂല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ചർച്ചയിൽ കേരളത്തിൽ നടന്ന സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദപ്രതിവാദത്തെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ ആ ചർച്ച ശ്രവിച്ച നമ്മൾക്കെല്ലാവർക്കും അറിയാം, പ്രമാണബദ്ധമല്ലായിരുന്നു മർക്കസു ദഅവയുടെ നിലപാട് എന്നതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ പരാജയം സംഭവിച്ചതിനെ സംബന്ധിച്ച്. എന്നാൽ ഈ ചർച്ചയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് വിസ്ഡം പ്രമാണബദ്ധമായ മേഖലകളിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ സംവാദത്തിൻ്റെ വിജയം എന്ന നിലയിൽ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈ ചർച്ചയിലൂടെ പരിശോധിക്കുന്നത്, ഈ സിഹറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വിസ്ഡം വിഭാഗം സ്വീകരിച്ചിട്ടുള്ളതായ നിലപാടുകൾ പ്രമാണബദ്ധമാണോ? പരിശുദ്ധമായ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ നമ്മൾക്ക് ആ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്താം. നമ്മളുടെ ചർച്ചയിൽ ഇന്നും അതിഥിയായി എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ യുവ പണ്ഡിതൻ അബ്ദുൽ വഹാബ് സ്വലാഹി അവർകളാണ്. വിസ്ഡം വിഭാഗവും മർക്കസു ദഅവ വിഭാഗവും തമ്മിൽ നടന്നതായ സിഹറുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ ഒരു ഭാഗത്ത് പ്രമാണങ്ങളില്ല എന്നുള്ളത് നമ്മൾ കണ്ടപ്പോൾ തന്നെ മറ്റൊരു ഭാഗം പ്രമാണത്തിനൊപ്പമാണ് നിലനിൽക്കുന്നത് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ വിസ്ഡം എന്ന് പറയുന്ന സംഘടനയുടെ ഈ നിലപാടുകൾ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് പ്രമാണബദ്ധമാണോ? എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം? നമ്മുടെ ഈ ചർച്ചയിലെ വളരെ ശ്രദ്ധേയമായ ചോദ്യമാണിത്. കാരണം വിസ്ഡം വിഭാഗം ഈ വിഷയത്തിൽ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും നിലപാടിനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും നിലപാടുകൾക്കൊപ്പമല്ല എന്ന മറുപടിയാണ് നമുക്ക് കാണാൻ കഴിയുക, പറയാൻ കഴിയുക. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആനും ഹദീസും ഈ വിഷയത്തിൽ എന്തു പറഞ്ഞോ ആ നിലപാടിനൊപ്പമാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാടുകളും ചർച്ചകളുമെല്ലാം. എന്നാൽ സിഹർ കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ വിസ്ഡം വിഭാഗത്തിലെ പണ്ഡിതന്മാർ ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിസ്ഡം വിഭാഗത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ സംസാരം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. മാജിക് എന്ന് പറഞ്ഞാൽ തൽക്കാലം ചില ആൾക്കാർ ചെയ്യുന്നത്, മാജിക് ഒക്കെ അതിന്റെ വലിയ രൂപം മുഴുവൻ സിഹർ തന്നെയാണ്. നമ്മുടെ ഇയാളൊക്കെ ചെയ്യണില്ലേ, നമ്മുടെ മുതുകാട് മറിച്ചൊക്കെ, അതൊക്കെ സിഹറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഉസ്മാൻ ഡോക്ടർക്ക് അതിനെ പറ്റി കൃത്യമായിട്ട് സിഹറാണ് എങ്ങനെ പറയാൻ പറ്റുക? കാര്യകാരണ ബന്ധത്തിന് അതീതമായ പ്രവർത്തനം ഒന്നും അതിലില്ലല്ലോ. ഉണ്ട്. നാളത്തെ പത്രത്തിന്റെ വാർത്തകൾ പറയല എങ്ങനെയാ? നാളത്തെ പത്രത്തിന്റെ വാർത്ത ഒന്നും മുതുകാട് പറയില്ല കേട്ടോ. അല്ല പറഞ്ഞല്ലോ, അല്ലല്ല 7 പത്രങ്ങളുടെ ശേഷം വരുന്ന 7 പത്രങ്ങളുടെ അടുത്ത് ഒരു കൊല്ലം കൂടി ആയിട്ടില്ലേ, മഞ്ചേരി നടന്നല്ലേ, ആ 7 പത്രങ്ങളുടെ ഹെഡിങ്ങൾ തലേന്ന് പറയാം. എങ്ങനെ കിട്ടുക? അങ്ങനെ അയാളെ ചെങ്ങലക്കിട്ട് ബന്ധിച്ച് റൂമിൽ അടിച്ചു. അതൊക്കെ ടെക്നിക്കാണ്. ആ ടെക്നിക്കൊന്നുമല്ല സിഹർ. അത്
പിന്നെ അതുകൊണ്ടാണ് അമാനി മൗലവി ഒരു സീറാണ് എഴുതി, അതുപോലെ ഉസ്മാൻ ഡോക്ടർ എഴുതി, അവരൊക്കെ എഴുതിയല്ലേ അതുപോലെ തഫ്സീറുകളൊക്കെ. അമാനി മൗലവി സീറാണ് എഴുതിയില്ലെങ്കിലും കുഫറല്ലാത്ത സീർ ഉണ്ട് അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ. സീറൊക്കെ പ്രശ്നമാണ്. അല്ല, ഈ മുതുകാടിന്റെ മാജിക്ക് 2.5 മണിക്കൂർ മാജിക്ക് ഞാൻ കണ്ടതാ മുതുകാടിന്റെ. അതിലൊന്നും ഈ പിന്നെ മാജിക്കാർ ചെയ്യുന്ന കാര്യകാരണ ബന്ധത്തിന് അതീതമായത് ഒന്നുമില്ല അതിനകത്ത്. അപ്പൊ ട്രിക്കുകൾ മാത്രമേ ഉള്ളൂ. അതിപ്പോ അങ്ങനെയാണ് നമ്മളും കഴിയേണ്ടപ്പോ കാര്യം. നമുക്ക് പഠിച്ചാൽ നമുക്കും ചെയ്യാൻ പറ്റുമല്ലോ. പഠിച്ചാൽ നമുക്കും ചെയ്യാൻ പറ്റുന്നുള്ളൂ മാജിക്ക്. പഠിക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാജിക് പഠിക്കാൻ പോകുന്ന ആൾക്കാരോട് അന്വേഷിച്ചു. മാജിക് പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ വിശ്വാസപരമായിട്ടൊന്നും ഇല്ല എന്നുള്ള ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ നമ്മളതിപ്പോ എങ്ങനെ വിശ്വാസപരമായിട്ട് ഉണ്ട് എന്നാണോ നമ്മൾ പറയുന്നത്? നമ്മള് പറഞ്ഞു മാജിക്കും സീറിന്റെ അതിനകത്ത് പെട്ട തന്നെയാണ് നമുക്ക് മനസ്സിലായത്. സീറിന്റെ എന്ന് പറഞ്ഞാൽ ഈ പിശാചിന്റെ പ്രവർത്തനമാണെന്നാണോ? അതെ, അതില് സംഭവിക്കുന്നത്. പിശാചിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ മുതുകാടൊക്കെ കാണിക്കുന്ന മാജിക്. ഉറപ്പല്ല മുതുകാടിലൊക്കെ ഉണ്ടെന്നുള്ളത്. ഒക്കെ പൈശാചികമായ പിന്നെ പ്രവർത്തനങ്ങൾ അതിൽ നല്ലോണ്ട്. അല്ലെങ്കിലൊന്നും അങ്ങനെയുള്ള ചെയ്യാൻ പറ്റൂല. നമുക്ക് മനസ്സിലാണ് ചിലതുണ്ട്, അല്ലാത്തത് തന്നെ കണ്ടമാനയിലുണ്ട്. അപ്പൊ പൈശാചിക പ്രവർത്തനത്തിന്റെ ഉണ്ട് നിങ്ങൾ തെളിവ് പറയുന്ന ഇതാണോ ഈ മറ്റന്നാളത്തെ പത്രത്തിന്റെ പറയാന്നുള്ളത് അല്ലേ? അതെ. അങ്ങനെ ഒരു പ്രവൃത്തി, അങ്ങനെ ഒരു പിശാചിന് പറയാൻ പറ്റുമോ? നാളത്തെ കാര്യം പിശാചിന് പറയാൻ പറ്റുമോ? പിശാജ് നാളത്തെ കാര്യമല്ലേ പറയാം. പിശാജ് ഇപ്പൊ അവിടെ പത്രം അടിക്കണോ മറ്റൊക്കെ പിശാചിന് കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ. അതെ, നാളത്തെ പത്രം നാളെ മറ്റന്നാളല്ലേ അടിക്കുള്ളൂ. അല്ല, നാളത്തെ പത്രം ഇന്ന് രാത്രി അടിച്ചിട്ടുണ്ടാവും. അതെ അതെ, നാളത്തെ പത്രം എന്ന് വെച്ചാൽ 7 ദിവസം. അല്ലാതെ എങ്ങനെ അയാൾ പറഞ്ഞു? നിങ്ങൾ പറയും പിശാചും അല്ല, അയാൾ തന്നെ പറഞ്ഞെങ്കിൽ നാളെ വരാൻ പോണ പത്രം മുതുകാട് എങ്ങനെ പറയും? നിങ്ങൾ പറഞ്ഞു. ഞാൻ അങ്ങനെ സംഭവം ഞാൻ ഇതുവരെ കേട്ടില്ല. കേട്ടില്ല എന്നാണ്. അതിപ്പോ അടുത്ത കാലത്ത് വലിയ ഏറ്റവും അടുത്ത പ്രശ്നം അതായിരുന്നു. ഇപ്പൊ മഞ്ചേരി നടന്നേ കേൾക്കാതിരിക്കുക ഭയങ്കരതായിട്ട് വന്ന അയാളുടെ 2.5 മണിക്കൂർ മാജിക്ക് ഞാൻ കണ്ടാണ്. ആ കണ്ടല് ഇതേമാതിരി ചങ്ങലയില് പെട്ടിയില് സ്റ്റേജിൽ ഉണ്ട്. ഇതിപ്പോ സീറല്ലാതെ എങ്ങനെയാ അത് വരിക? ഇത് എന്ത് ടെക്നിക്കാന്ന് പറഞ്ഞിരുന്ന വിസ്ഡം പണ്ഡിതാംഗത്തിന്റെ മറുപടിയാണ് നിങ്ങൾ കേട്ടത്. ഒരു സഹോദരൻ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി അദ്ദേഹം കൊടുക്കുന്നത് മാജിക് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യകാരണ ബന്ധത്തിന് അതീതമെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ വിശുദ്ധ ഖുർആനും ഹദീസിനും യോജിക്കുന്ന ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ കഴിയുന്ന മറുപടിയുമല്ല അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലുള്ള വികലമായ വാദങ്ങളാണ് വിസ്ഡം സിഹർ വിഷയത്തിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്നത് വളരെ സങ്കടകരമായ വസ്തുതയാണ്. സുബ്ഹാനല്ലാഹ്, താങ്കൾ ചൂണ്ടിക്കാണിച്ചത് ഏറെ അപകടകരമായ ഒരു വാദം തന്നെയാണ്. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ളാഹുവിലേക്ക് യഥാർത്ഥത്തിൽ സിഹറിനെ ആ നിലയിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഈ വർത്തമാനത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് സ്വാഭാവികമായും പിന്നെ ഒരു ഫോൺ സംഭാഷണത്തിൻ്റെ ഇടയിൽ സംഭവിച്ചു പോയ ഒരു സ്ഖലിതമായി കൂടെ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരേക്കും ഈ വിഷയത്തെ സംബന്ധിച്ച് ഇത്രയും വലിയ ഒരു പണ്ഡിതൻ ഈ വിഷയത്തെ തിരുത്തി പറയുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അതോടൊപ്പം തന്നെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ നിലയിലുള്ള അപകടകരമായ വാദം, ഇതുപോലെയുള്ള വാദങ്ങൾ തന്നെയാണോ ഈ വിഷയത്തിൽ തുടർന്നും ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാട്? എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യകാരണ ബന്ധത്തിന് അതീതമായി സിഹിറിന് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും, ഇടപെടാൻ പറ്റും എന്ന രീതിയിലുള്ള ചർച്ചകൾ സത്യത്തിൽ തൗഹീദിനെ തന്നെ പൊളിക്കുന്ന ഒരു ചർച്ചയാണ്, നമ്മുടെ ഈമാനെ തന്നെ ബാധിക്കുന്ന ചർച്ചയാണ്. പക്ഷേ ഇങ്ങനെ സംസാരിച്ചിട്ടും ഇതിനൊരു തിരുത്ത് ഒരു ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല. ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ നാട്ടിൽ ഈ സിഹിർ ജിന്നി വിഷയങ്ങൾ ചർച്ച ചെയ്ത് വലിയ ഫിത്നകളാണ് വിസ്ഡം വിഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാനാവാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും പല കുടുംബങ്ങളിലും ഇവരുണ്ടാക്കിയിട്ടുണ്ട്. പലതും പുറത്തു പറയാൻ പറ്റാത്തത്ര മോശമാണ്. ഇത് കേവലം ഒരു ഫോൺ സംഭാഷണത്തിനപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിഹിർ എന്നത് കാര്യകാരണ ബന്ധത്തിന് അതീതമായി സംഭവിക്കുന്ന ഒന്നല്ല. കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാനെയും വിശ്വാസത്തെയും ബാധിക്കുന്ന വിഷയമാണ്.
സത്യത്തിൽ വിശുദ്ധ ഖുർആനും ഹദീസും എന്തു പറഞ്ഞോ അവിടെയാണ് ഈ വിഷയത്തിൽ നാം നിൽക്കേണ്ടത്. അതിര് കടന്ന വാദങ്ങളിലേക്ക് പോയിക്കൂടാ. ഇങ്ങനൊരു സംസാരം ഉണ്ടായി, ഇതിനെതിരെ വിമർശനങ്ങൾ വന്നിട്ടും ഇത് തിരുത്തിയതായിട്ടോ വിശദീകരണം നൽകിയതായിട്ടോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവർ ഈ സിഹിറിൻ്റെയും ജിന്നിൻ്റെയും പേരിൽ വലിയ അപകടങ്ങളാണ് സമൂഹത്തിൽ വരുത്തി വച്ചിരിക്കുന്നത്. അതൊക്കെ മറക്കാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമൂഹികമായ പല വിവാദങ്ങളും ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഇതില് എനിക്ക് ഒരു കാര്യം ചോദിക്കുവാനുള്ളത്, താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി കുടുംബപരമായും സാമൂഹികമായും ഒക്കെ ഇവരുണ്ടാക്കിയ ദുരന്തങ്ങളെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ അത് താങ്കൾ പറഞ്ഞത് വെറുതെ ഒരു പൊയ്വാക്കെന്ന നിലയിൽ പറഞ്ഞതാണോ, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്? എന്താണ് ആ വിഷയത്തിൽ താങ്കൾക്കുള്ള തെളിവ്? നമ്മളതൊരു നുണയായിട്ടോ പൊയ്വാക്കായിട്ടോ പറയേണ്ട വിഷയമല്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ സഹോദരൻ്റെ ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ്. നിങ്ങൾ കേട്ടു നോക്കൂ. ഇതിൻ്റെ അനുഭവസ്ഥർ തന്നെ വന്ന് ഇവരുടെ പണ്ഡിതന്മാരോട്, വിസ്തം പണ്ഡിതന്മാരോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടു നോക്കൂ. എനിക്ക് കഴിഞ്ഞ 1-ാം തീയതി ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായി. എൻ്റെ വീട്ടിലെ അയൽവാസികളുമായി എനിക്ക് കാര്യമായ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1-ാം തീയതി അവർ വന്നിട്ട് അവരുടെ വീട്ടിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട്. അതിന് കാരണം എൻ്റെ മാതാവ് അവർക്കെതിരെ സിഹിർ ചെയ്യുന്നു എന്നാണ് അവരുടെ ആരോപണം. വളരെയധികം മോശമായ ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മാതാവിനോട് സംസാരിച്ചത്. അതിനുശേഷം ഞാൻ വന്നപ്പോൾ എൻ്റെ അയൽവാസികളായ 2 പേർ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ സിഹിർ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളാണ്. പിന്നെ ഞങ്ങളുടെ പിതാവിന് മാനസിക പ്രയാസങ്ങളുണ്ട്, ഞങ്ങളുടെ കുട്ടികൾക്ക് മാനസിക പ്രയാസങ്ങളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയാസങ്ങൾ, വളരെയധികം വൈകാരികമായിട്ടൊക്കെയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ പിന്നീട് അതിന് ശേഷം അത് ഒരുപാട് തെളിവുകളൊക്കെ, വ്യാജമായ തെളിവുകൾ, ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ ഞാനൊന്നും പ്രതികരിച്ചില്ല, കാരണം എൻ്റെ കയ്യിൽ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അതൊക്കെ വ്യാജമായ തെളിവുകളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പിതാവ് ഇപ്പോൾ മരിച്ചിട്ട് 10 വർഷം ആവാറായി, ഇപ്പോൾ 30 വർഷം മുമ്പ് അവർക്ക് സിഹിർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ അവർക്ക് തെളിവ് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ അവർ പറയുന്നത് എന്നെ സഫ്വാൻ എന്ന് പറയുന്ന പൂച്ചാക്കലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോകാം, എന്നിട്ട് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സഫ്വാൻ്റെ അടുത്ത് വരേണ്ട ആവശ്യം എനിക്കില്ല. അതുപോലെ തന്നെ വേറെ എൻ്റെ 1-2 സുഹൃത്ത്, ഷിജു എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞു കണക്ട് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ആ ഷിജു എന്ന് പറഞ്ഞ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള അറിവുകളല്ലാതെ അവന് യാതൊരു വിധ അറിവുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിത് ശരിക്കും ഞാൻ ഒരു സുന്നി മദ്രസയിൽ പഠിച്ച ആളാണ്. അതിനുശേഷം എൻ്റെ അയൽവാസികൾ മുഖേന തന്നെയാണ് ഞാൻ ഈ KNM-യുമായൊക്കെ ബന്ധപ്പെടുന്നതും KNM-ൻ്റെ പള്ളിയിലൊക്കെ പോകുന്നതൊക്കെ. ഈ സുഹൃത്തുക്കളെല്ലാം ഞാൻ എല്ലാ ദിവസവും കാണുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രയാസം അവർ വീട്ടിലുണ്ടായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഇവർ വീട്ടിൽ ഭയങ്കര ശബ്ദത്തിൽ എല്ലാ ദിവസവും, അപ്പോൾ നമ്മൾ ഈ ഇഷ്യൂ ഉണ്ടായ ശേഷമാണ് ഇത് ചിന്തിക്കുന്നത്. ഭയങ്കര സൗണ്ടിലാണ് ഇങ്ങനെ ഖുറാനൊക്കെ വെക്കുന്നത്. ഖുറാൻ നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല, നല്ല കാര്യം അൽഹംദുലില്ലാ. പക്ഷേ ഇങ്ങനെ സൗണ്ടിൽ ഖുറാനൊക്കെ വെക്കേണ്ടതുണ്ടോ? അതുപോലെ എൻ്റെ കസിൻസിനോടൊക്കെ ഇവർ പറഞ്ഞത് ഇവരുടെ വീട്ടിൽ ജിന്ന് ഹാജരാക്കി, അതെനിക്ക് വ്യക്തമായ തെളിവില്ല, ജിന്ന് ഹാജരാക്കി, അതിന് സഫ്വാൻ കണക്ഷനൊക്കെ ഉണ്ട്. എന്താണ് ഇവർ വീടിൻ്റെ ടൈൽസിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ തകിടൊക്കെ അവർക്ക് കിട്ടി. പോലീസ്, ഞാൻ എന്തായാലും എൻ്റെ മാതാവിനെ പ്രൊട്ടക്ഷന് വേണ്ടി പോലീസ് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിരുന്നു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കേസുമായിട്ടൊന്നും പോയില്ല, കാരണം എനിക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് എൻ്റെ മാതാവ് വളരെയധികം മാനസികമായി വളരെയധികം വേദനിക്കുന്നുണ്ട്. ഇതൊരു നിരപരാധിയായ ഒരു വ്യക്തിയാണ് എൻ്റെ മാതാവ്, കാരണം ഇങ്ങനൊരു വിഷയം ചെയ്തിട്ടേ ഇല്ല. ഇവർ പറഞ്ഞു മോഷണം ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അയൽവാസികളോടൊക്കെ ചോദിച്ചു, അയൽവാസികളിൽ നിന്ന് മോഷണമൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ അയൽവാസികളോടൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും അയൽവാസികൾക്ക് അറിവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്തായാലും ഇപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ സാഹിബ് ഇപ്പോൾ പറഞ്ഞു, ഈ പരലോകത്ത് അനസ് മൗലവിയെയും അതുപോലെ ഹനീഫ് കായക്കുടിയെയും മൗലവിയെയൊക്കെ കാണുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനിപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പരലോകത്തേക്ക് വെച്ചിരിക്കുന്ന വിഷയമാണിത്. ഇതിനെ ആസ്പദമാക്കി ഞാൻ പ്രാദേശികമായ ആളുകളൊക്കെ ചോദിച്ചു, അവർക്കൊന്നും വ്യക്തമായൊരു മറുപടി എനിക്ക് കിട്ടിയില്ല അവരിൽ നിന്നും. ഇവിടുത്തെ സഹോദരൻ ഹാരിസിനോട് ചോദിച്ചു, അങ്ങനെ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു, പക്ഷേ എനിക്കൊരു വ്യക്തമായ മറുപടി കിട്ടിയില്ല. ഇതൊരു നല്ല വേദിയാണ്, എനിക്കൊരു ആധികാരികമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ, ഒരു കുടുംബത്തിനുണ്ടായ പ്രശ്നം ആ സഹോദരൻ സഹികെട്ടിട്ട് വന്ന് പറയണം. ആരാണ് പ്രതി? ആ നാട്ടിലൊരു മുസ്ലിയാരല്ല, ഏതെങ്കിലും ഒരു മുസ്ലിയാരോ
അല്ലെങ്കിൽ സിഹിറിന് വേണ്ടി നടക്കുന്ന ഒരു സാഹിറോ ഗൂഢോത്തരക്കാരനോ അല്ല പ്രതി. മറിച്ച് വിസ്ഡം വിഭാഗത്തിലെ ഒരു പണ്ഡിതന്റെ പേര് പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൗഹീദ് മനസ്സിലാക്കിയ ഒരു സമൂഹം എങ്ങനെയാണ് ഇങ്ങനെ തെറ്റിപ്പോയത്? മാത്രമല്ല, അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആശങ്കയും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ നമ്മൾ കേട്ടല്ലോ. എൻ്റെ ഉമ്മ സിഹിർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പരിഹാരവും പറഞ്ഞു കൊടുക്കുന്നു ആര്? ഈ വ്യക്തിത്വം. ഇതിന് എന്ത് തെളിവാ ഉള്ളത്? ഇതിനെന്ത് പ്രമാണമാണുള്ളത്? ഇങ്ങനെ ഒരു മുസ്ലിമിന്, ഒരു മുവഹിദിന്, ഒരു മുജാഹിദിന് പറയാൻ പറ്റുമോ ഇവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഈ ഫിത്ന എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം ഒരു വിപത്ത് സംഭവിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് നടത്താൻ പറഞ്ഞ പ്രാർത്ഥനയാണല്ലോ. കാരണം സത്യത്തിൽ യഥാർത്ഥത്തിൽ വിദ്യാസമ്പന്നരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അരികുപറ്റി മാത്രം ഞങ്ങൾ നടക്കുന്നു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ ഇത്രത്തോളം അപകടങ്ങൾ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് താങ്കൾ വിശദീകരിച്ചപ്പോഴാണ് മനസ്സിലായത്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിൽ വീണ്ടും മറ്റെന്തെങ്കിലും സംഭവങ്ങൾ താങ്കളുടെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുണ്ടോ? ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അത് സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇതേ മുഖാമുഖത്തിൽ മറ്റൊരു സഹോദരൻ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, വിസ്ഡം വിഭാഗത്തിൽ ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ വിധി എന്താണ്, ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇതിനൊക്കെ ഇവർ കൊടുക്കുന്ന മറുപടി സത്യത്തിൽ മുജാഹിദുകളുടെ ലേബിളിൽ പ്രവർത്തിക്കുന്നവർക്ക് പറയാൻ പറ്റിയ മറുപടിയാണോ എന്ന് ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. കാരണം ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും മുന്നോട്ട് പോവുകയും നിലപാടുകയും ചെയ്യേണ്ട മുജാഹിദുകൾക്കിടയിൽ ഇത്രയും അപകടകരമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, എന്നിട്ട് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളത് കൗതുകകരമായ കാഴ്ചയാണ്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ ജിന്ന് ഹാദറാത്ത എൻ്റെ ശരീരത്തിൽ കയറിയിട്ട് എനിക്ക് ടൈലിൻ്റെ അടിയിൽ നിന്ന് കൂടോത്രം ചെയ്തെടുക്കാൻ പറ്റുമോ? അല്ലാഹു വഴി എനിക്ക് ആ ഭാഗം അറിയില്ല. ഞാൻ ജിന്നുമായി ബന്ധപ്പെട്ട ആളല്ല, എനിക്ക് വിഷയം അറിയില്ല. അല്ല, ഇത് മുഖാമുഖത്തിന്റെ കാര്യം എനിക്ക് ആ വിഷയം അറിയാം. ജിന്നിനെ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ജിന്നിനെ ഉപയോഗിക്കുന്ന മനുഷ്യന്മാർക്ക് അറിയുള്ളൂ. ജിന്നിനെ ഉപയോഗിച്ച് നിങ്ങളുടെ സഫ്വാൻ അങ്ങനെ പറഞ്ഞത്, ജിന്നിനെ ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ജിന്നുമായി ബന്ധപ്പെടുന്ന മനുഷ്യന്മാർക്ക് അറിയാം. അത് വിശ്വസിക്കാട്ട് പറ്റൂല. കാരണം എന്താ? അത് ശിർക്കിന്റെ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയമില്ല. അപ്പൊ ജിന്ന് ശരീരത്തിൽ കയറിയിട്ട് നമുക്ക് ടൈലിൽ കൂടോത്രം എടുക്കാൻ പറ്റിയല്ല, ഇല്ലായിരിക്കാം. അപ്പൊ ആ എടുത്ത ആള് ആരാണ്? കാഫിറാണ്. ഇത് കേട്ടാ അത്ര ആവശ്യമുള്ളൂ. നിങ്ങളുടെ സഫ്വാൻ കാഫിറാവും കേട്ടോ. സഫാൻ വേണ്ട ഓമണി പറഞ്ഞാലും ബാക്കി എന്താ എനിക്കറിയാം. നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം. സഫാൻ വേണ്ട. സഫാൻ ശുദ്ധ മുവഹിദ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പറഞ്ഞ ജിന്നെ ഇറക്കിയിട്ടുമില്ല, സഫാൻ അവിടുന്ന് ജിന്നിനെ കണ്ടിട്ടുമില്ല, ജിന്നെ ഇറക്കാൻ പോയിട്ടില്ല. സഫാൻ ജിന്നെ ഇറക്കാനും പോയിട്ടില്ല. സഫാൻ ജിന്നെ ഇറക്കുന്ന ആളുമല്ല. നീ സഫാൻ ഇറക്കിയിട്ട് ഇറങ്ങൂല്ല. സഫാൻ ഇറക്കിയ ഒരു മനുഷ്യൻ പോലും ഇറങ്ങില്ല, പിന്നെ ജിന്നെ ഇറങ്ങല്. സഫാൻ ഈ കാണുന്ന സഫാനത്തിൻ്റെ ആരോഗ്യം, ഞാനും സഫാനൊക്കെ ഇറക്കാൻ പോയാൽ മനുഷ്യൻ ഇറങ്ങും, പിന്നെ ജിന്നെ ഇറങ്ങുക. അപ്പം അങ്ങനത്തെ ഏർപ്പാടില്ല സുഹൃത്തെ. അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനത്തെ ഒന്നുമില്ല. സൊഫാനെ കൊണ്ട് ജിന്നെ ഇറക്കാൻ കഴിയൂല. സൊഫ അത്ര വലിയൊരു ഒന്നും ശരീരമില്ല, അതിന് മാത്രം കഴിവുള്ള ആളൊന്നുമില്ല. അത് കഴിയുന്ന മനുഷ്യന്മാർ ചിലപ്പോൾ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടാവാം, ഇബ്നു തൈമിയ്യ പോലുള്ള ആളുകളൊക്കെ. അല്ല, അത് കണ്ടിട്ട് നമ്മളൊക്കെ അവിടെ ജിന്നിറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ തൗഹീദും കൊണ്ട് ജിന്നാണ്ട് പോകുന്നല്ല, നരകത്ത് കണ്ട് പോകേണ്ടി വരും, വേറെ ഒന്നും ഉണ്ടാവില്ല. ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് സഫ്വാൻ വന്ന് സഫ്വാന് ജിന്ന് ഹാദറാത്തായി അവരെ ടൈലിന്റെ അകത്തുനിന്ന് തകിടെടുത്തെന്നാണ് പറഞ്ഞത്. അത് ഒന്നാം തരം ജിന്നു മുജാഹിദിന്റെ ആള്, അവരുടെ വണ്ടിയാണ് ജിന്നു മുജാഹിദിന് ഓടണത്. ഞാനൊന്ന് സുന്നിക്കാരനാണ് കേട്ടോ, ഞാൻ മുജാഹിദൊന്നുമില്ല. അവർ ജിന്നു മുജാഹിദിന്റെ പരിപാടിക്ക് പറഞ്ഞ വണ്ടി അവരതാണ്. സുബ്ഹാനല്ലാ. ഈ ഫൈസൽ മൗലവി യഥാർത്ഥത്തിൽ ഇതിനകത്ത് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന അതേ ആള് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അനുയായിയായി അദ്ദേഹത്തിന്റെ അതേ സദസ്സിൽ തന്നെ ഇരിക്കുന്ന ആളല്ലേ? എന്താ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചിട്ടുള്ളത്? അതെ, ആ സദസ്സിലുള്ള വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. വിസ്ഡം വിഭാഗത്തിലെ ഒരു പണ്ഡിതനെ കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മറുപടി പറയുമ്പോഴും അതുണ്ടായിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ സംസാരിച്ചതാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് നിഷേധ സ്വഭാവത്തിലാണ്. നേരെ മറിച്ച് കൂട്ടത്തിലുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ്, അത് ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്, അത് പ്രമാണവിരുദ്ധമാണ് എന്ന് തിരുത്തി കൊടുക്കേണ്ടതിന് പകരം അദ്ദേഹം പറയുന്നത് അങ്ങനെ ഞാനും അദ്ദേഹവും കൂടി പോയാൽ ഇറങ്ങുമോ, ഞങ്ങൾക്ക് അങ്ങനെ സാധിക്കുമോ,
ആ രൂപത്തിൽ നിഷേധിച്ച് തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇതറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല സത്യസന്ധന്മാരാണോ ഇവർ എന്ന് വിചാരിക്കുക, തെറ്റിദ്ധരിക്കുക സ്വാഭാവികമാണ്. കാരണം തെറ്റ് ചെയ്ത വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ മാത്രമുള്ളൊരു തൊലിക്കട്ടി നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഇവരാണ് ഈ സിഹിർ ചർച്ചയും കൊണ്ട് നടക്കുന്നുള്ളത് വളരെ വിചിത്രവും കൗതുകരവുമായൊരു വസ്തുതയാണ്. താങ്കളുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ പണ്ഡിതന്മാർ ജനങ്ങളെ നയിക്കുന്നു, ജനങ്ങളെ നന്മയിലേക്ക് വഴി നടത്തുന്നു എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം സമൂഹത്തോട് വിളിച്ചു പറയാറുള്ള ഇവരുടെ ഈ നിലയിലുള്ള മാരകമായ ചെയ്തികളെ പോലും മൂടിവെച്ച് സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് എന്നാണല്ലോ യഥാർത്ഥത്തിൽ താങ്കളുടെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിയല്ലേ? യാതൊരു സംശയമില്ല. നമ്മൾ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കേവലം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സിഹിറിൻ്റെ പേരിൽ, പൈശാചികമായ ഉപദ്രവങ്ങളുടെ പേരിൽ ഇവർ കാട്ടിക്കൂട്ടിയ പുറത്തു പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ പല വിഷയങ്ങളുമുണ്ട്. നമ്മളത് പലതും പുറത്തു പറയാത്തത് കൊണ്ടാണ്. പക്ഷേ പറയാവുന്നത് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ഇപ്പോൾ അങ്ങനെ കയറുവോ, ജിന്നിനെ ഇറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഇത് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല, ഞങ്ങളുടെ പണ്ഡിതന്മാർ ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുമ്പോൾ ഈ പച്ചക്കള്ളം സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുന്നത് ഇവരുടെ പണ്ഡിതന്മാർ, ഇവരുടെ വിസ്തം വിഭാഗത്തിലെ പണ്ഡിതൻ നടത്തിയ ചില ചികിത്സാ രീതികളുടെ സംസാരമുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. എത്രത്തോളം അപകടകരമാണ് ആ സംസാരം എന്ന് കേട്ടു നോക്കണം. മാത്രമല്ല, ഈ വിവാദത്തിൽ പരാമർശിക്കപ്പെട്ട വ്യക്തി തന്നെയാണ് ഈ ചികിത്സ നടത്തിയിട്ടുള്ളത്. അത് നിങ്ങൾ കേട്ടു നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫ്തുക്ക, നബീൽക്ക, എൻ്റെ മറ്റു സുഹൃത്തുക്കളെ, ജിനാസ്, പിന്നെ നിങ്ങളോട് എൻ്റെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ളൊരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഉണ്ടായൊരു അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ടില്ല എങ്കിൽ കൂടി ഞാൻ ഇഫ്തിഖാനോട് പറഞ്ഞിരുന്നു കോഴിക്കോട് ഒരു കേസ് ഉണ്ടായിരുന്നു, ആ കേസ് ഞാൻ അറ്റൻഡ് ചെയ്യുമെന്ന്. പടച്ച റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ട് മാത്രം ബിഫളില്ല അവിടെ ചെല്ലാൻ കഴിഞ്ഞു. അതിനു മുമ്പേ ഞാൻ കശ്ഫുമായി ബന്ധപ്പെടുത്തി ഒന്നത് നോക്കിയിരുന്നു. ആ കശ്ഫിലൂടെ എനിക്ക് അന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ പോകരുത് എന്നായിരുന്നു കശ്ഫിൻ്റെ ആളെന്നോട് നിർദ്ദേശിച്ചത്. കാരണം വലിയ ഡേഞ്ചറാണ് സഫ്വാൻ എന്നോട് എന്ത് ചെയ്തു, താക്കീത് നൽകി. അതേപോലെ ഇനി അത് അങ്ങനത്തെ ഇടപെടണ്ട എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. കാരണം അത്രയും ഭീകരമായ ചില മുഖങ്ങളും ചില റിയാക്ഷൻസാണ് കശ്ഫുള്ള ആൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതോടെ കശ്ഫിൻ്റെ കാര്യം നമ്മളവിടെ നിർത്തിവെച്ചു. ആളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് അവിടെ ചെന്നു, രാവിലെയും വൈകിട്ടും ഫസ്റ്റ് ദിവസം ഓതി. ആ 3 ദിവസം ഓതുന്നതിന് മുമ്പ് ഞാൻ ഒരു വട്ടം ചെന്നിരുന്നു. 2 ആഴ്ച മുമ്പ് അതിന് മുമ്പ് ചെന്നിരുന്നു. ഞാൻ ഓതിയപ്പോൾ 3 പെൺകുട്ടികളുണ്ട് വിവാഹം കഴിയാത്ത. അപ്പം അവരുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നേരത്തെ അവരുടെ മാമന്മാരൊക്കെ പല സിഹറുകളും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓതിയപ്പോൾ 3 പേരുടെയും ശരീരം പൊള്ളാൻ തുടങ്ങി. അമ്മയിൽ ചില ചേഞ്ചസ്, അമ്മ കോമയിലായിരുന്നു, കോമയിൽ നിന്ന് ഇറക്കിയിട്ട് കോമ എന്ന അവസ്ഥ തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അമ്മയുടെ ചേഞ്ചസ് കാണാൻ തുടങ്ങി. 2ാമത്തെ ദിവസം എൻ്റെ 2ാമത്തെ കുട്ടിക്ക് ചില വെയിറ്റ് തലക്ക് വരാൻ തുടങ്ങി. പിന്നെ ചില ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ കുട്ടിയിൽ മിക്കവാറും കശ്ഫ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്ത് ചെയ്തു, അന്ന് രാത്രി അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ഇന്ന കുട്ടിയിൽ അത് മിക്കവാറും നമ്മൾ പോണതിന് മുമ്പ് ഹാജരാവും. അപ്പോൾ നമ്മൾ ഓതുന്നതിനിടക്ക് ഏറ്റവും ഇളയ 2 പേര്, 2ാമത്തതും 3ാമത്തതും, അതിൽ 2ാമത്തെ കുട്ടിക്ക് ഒരു രൂപം കാണാൻ തുടങ്ങി. ഞാൻ നേരത്തെ കശ്ഫുള്ള ആളുടെ മുന്നിൽ കാണിച്ച രൂപം ഈ പെൺകുട്ടിയിലും കാണാൻ തുടങ്ങി എന്ന് പറയാൻ തുടങ്ങി. അതേപോലെ പല രൂപങ്ങളും. പിന്നെ ഇവരുടെ വീടിൻ്റെ അമ്മയുടെ റൂമിൻ്റെ ബെഡ്റൂമിൻ്റെ ഡോറും അമ്മയുടെ ബെഡ്റൂമിൻ്റെ ജനലും അതിൻ്റെ പുറം ഭാഗവും ഒക്കെയാണ് ഈ പെണ്ണിലേക്ക് തെളിഞ്ഞു വന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓത്തവരുടെ തലക്ക് വെയിറ്റ് കൂടിയപ്പോൾ നിർത്തി. അപ്പോൾ 3ാമത്തെ ആൾക്ക് ഞാൻ വെള്ളം മന്ത്രിച്ചത് ഇങ്ങനെ മുഖത്തെ കുഴിച്ചപ്പോഴേക്കും കാറിക്കൊണ്ട് നിലവിളിച്ചു ആശുപത്രിയിൽ വെച്ച്. കാരണം ആ കുട്ടിയിൽ ഈ ചെയ്ത ആളുടെ കരീനിൻ്റെ എന്തോ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. കാരണം 2ാമത്തെ പെൺകുട്ടി ഇവിടെ നിന്ന് ഫുൾ ഡീറ്റെയിൽ ഇങ്ങനെ കണ്ണടച്ച് വിശദീകരിക്കുകയാണ്. അപ്പോൾ 3ാമത്തെ പെൺകുട്ടി, ഏറ്റവും ഇളയ പെൺകുട്ടി അവിടെ നിന്ന് പറയാണ്, കണ്ടുപിടിക്കില്ലടാ നീ കണ്ടുപിടിക്കില്ലടാ, എടാ സഫാനെ നീ കണ്ടുപിടിക്കില്ല,
അവസാനം നിങ്ങൾ പറഞ്ഞ ജിന്നെ ഇറക്കിയിട്ടുമില്ല, സൊഫാൻ അവിടുന്ന് ജിന്നിനെ കണ്ടിട്ടുമില്ല, ജിന്നെ ഇറക്കാൻ പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കാനും പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കുന്ന ആളുമല്ല, നീ സൊഫാൻ ഇറക്കിയിട്ട് ഇറങ്ങൂല. തൂണൊക്കെ മാറിയ പെൺകുട്ടിയുടെ പിന്നെ കുറച്ചൊരു 1/4 മണിക്കൂർ എടുത്ത് ആ പെൺകുട്ടി റിക്കവർ ചെയ്ത് വരാൻ വേണ്ടി. പക്ഷെ രണ്ടാമത്തെ പെൺകുട്ടി നമ്മൾ അതിനുശേഷം രണ്ടാമത്തെ ഒരു സിറ്റിംഗ് ഏറ്റവും ലാസ്റ്റ് 3-ാമത്തെ ദിവസത്തെ അവസാനത്തെ ഓത്ത് കഴിഞ്ഞ് ഒന്നുകൂടി ഇരുന്നു. ഒരു 10:30 സമയം രാത്രി. അങ്ങനെ ഇരുന്നപ്പോഴേക്കും പെൺകുട്ടി ഫുൾ ഡീറ്റെയിൽ അങ്ങ് പറയാൻ തുടങ്ങി. അവരുടെ വീട് മൈസൂർ ബാംഗ്ലൂർ റോട്ടിലാണ്. അവിടുത്തെ ഫുൾ ഡീറ്റെയിൽ അവർ പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണിൻ്റെ തലക്ക് വെയിറ്റ് താങ്ങാൻ കഴിയുന്നില്ല. പെണ്ണ് അവസാനം പറഞ്ഞു, സഫാൻ നിർത്തു, എനിക്ക് വയ്യ, എൻ്റെ തല വെട്ടിപ്പൊളിയുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ജിന്നെ ഇറക്കിയിട്ടുമില്ല, സൊഫാൻ അവിടുന്ന് ജിന്നിനെ കണ്ടിട്ടുമില്ല, ജിന്നെ ഇറക്കാൻ പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കാനും പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കുന്ന ആളുമല്ല, നീ സൊഫാൻ ഇറക്കിയിട്ട് ഇറങ്ങൂല. പക്ഷേ ഈ പെണ്ണ് എന്ത് ചെയ്യാണ്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് കൃത്യമായ കാര്യങ്ങൾ പറയണം. അതിലേറ്റവും മർമ്മപ്രധാനമായ സിഹിറിനെ പറ്റി പറഞ്ഞപ്പോൾ ഉറങ്ങിക്കിടന്ന വെച്ചാൽ അമ്മ ഞെട്ടി അങ്ങ് എഴുന്നേറ്റു, കണ്ണു തുറന്നു. അപ്പോഴേക്കും അവിടെ ഇരുന്നവർക്കൊക്കെ ആ ഞെട്ടലൊരു ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതങ്ങ് അവസാനിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഇനി ഇൻഷാല്ലാ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ, പ്രാർത്ഥിക്കുക അതെടുക്കാൻ വേണ്ടി. പക്ഷേ പിറ്റത്തെ ദിവസം മുതൽ അമ്മക്ക് പണി കൂടി. ഈ കശ്ഫ് വന്ന പെണ്ണിനാകട്ടെ, പെണ്ണിന് വല്ലാത്ത പ്രയാസവും ഇതും വന്നു. അപ്പോൾ ഞാൻ ഓഡിയോ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ചെവിയിലേക്ക് ഓഡിയോ വെച്ച് മുതൽ അമ്മയും ആ പെൺകുട്ടിയും ഉഷാറായി. അപ്പോൾ ഇത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലുണ്ടായ ഒരു അനുഭവമാണ്. അടുത്ത് സ്വന്തം മക്കളെ വിളിച്ചിരുത്തിയപ്പോൾ മക്കളിലേക്ക് എന്ത് ചെയ്തു, ആ കശ്ഫ് റബ്ബ് കൊണ്ടുവന്നു. അങ്ങനെ നെയ്യത്ത് വെച്ച് തന്നെയാണ് റബ്ബിൻ്റെ തൗഫീഖോടുകൂടി ഞാൻ ഓതിയത്. കാരണം എൻ്റെ മനസ്സിൽ വേറെ നമുക്ക് ഇത് പിടികിട്ടാൻ ഒരു തെളിവില്ല, ഇതെങ്ങനെ പുറത്തെടുക്കുക എന്നുള്ള. പക്ഷേ റബ്ബ് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു കുട്ടിയിൽ അതിൻ്റെ കശ്ഫ് മുഴുവൻ വന്നു. മാത്രമല്ല ഏറ്റവും ഇളയ പെൺകുട്ടി റുക്കിയയുടെ സൈറ്റിൽ കയറി, മുസ്ലിമാണ്, റുക്കിയയുടെ സൈറ്റിൽ കയറി ഫുൾ പഠിച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്യണത്, സഫാൻ ഇത് ചെയ്ത് തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ജിന്നെ ഇറക്കിയിട്ടുമില്ല, സൊഫാൻ അവിടുന്ന് ജിന്നിനെ കണ്ടിട്ടുമില്ല, ജിന്നെ ഇറക്കാൻ പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കാനും പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കുന്ന ആളുമല്ല, നീ സൊഫാൻ ഇറക്കിയിട്ട് ഇറങ്ങൂല. ചിലപ്പോൾ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, അള്ളാഹ് ഉദ്ദേശിച്ചാൽ അള്ളാന്റെ മശിയത്ത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് ഹിദായത്തും കിട്ടാം. അള്ളാഹ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക റബ്ബ് അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി. ഇൻഷാല്ലാ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അനുഭവം ഞാൻ വിശദീകരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് കുറെ സംഭവവികാസങ്ങൾ ഉണ്ടായി, എല്ലാം വിശദീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ചുരുക്കുക. സൊഫാൻ ഉണ്ട്, സൊഫാൻ ഉണ്ട്. ഓമണി പറഞ്ഞാലും ബാക്കി എന്താ എനിക്കറിയാം, നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം. സൊഫാൻ ഉണ്ട്, സൊഫാൻ ശുദ്ധ മുവാഹിദ ഇൻഷാ അല്ലാഹ്. നബീൽക്ക, പിന്നെ നിങ്ങളുടെ വോയിസ് കേട്ടു, മാഷാ അല്ലാഹ്. ഞാൻ ആ ഒരു തലത്തിൽ തന്നെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ കാണാറുള്ളത്. നിങ്ങൾ പറഞ്ഞ കൂട്ട് തന്നെ അവന് വേറെ ശൈത്താന്മാർ ലിങ്ക് ഇടാതിരിക്കാൻ വേണ്ടി വൈദാക്കറത്തിൽ ഖുർആന ജഅൽനാ ബൈനക വബൈനല്ലദീന എന്ന ആയത്ത് ഓതും. പിന്നെ അതോടൊപ്പം നിങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളിനി ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം, ഇനി അഥവാ ചെയ്യുന്നില്ലെങ്കിൽ സിൽസിലത്തിൻ്റെ ആയത്തുണ്ടല്ലോ, ഇതിൽ അഗ്ലാലഫി അനാഖീം വസ്സലാസിൽ യുസ്ഹബൂൻ, പിന്നെ സുമ്മ ഫി സിൽസിലത്തിൻ ദർഉഹാ സബഊന ദിറാഅൻ ഫസ്ലുക്കൂ, ആ ആയത്തുകൾ ഓതിയാൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിൽ പടച്ചവനോട് നെയ്യത്തെടുത്തത് ഓതിയാൽ യഥാർത്ഥത്തിൽ ശൈത്താൻ നമ്മുടെ മുന്നിൽ ഐനമാ തക്കൂനു ഓതി കൊണ്ടുവന്ന്, അല്ലെങ്കിൽ തൂക്കബിക്കുള്ളി സാഹിരിൻ ഓതി അവനെ ഹാദിറാക്കി, അവനെ ഈ ആയത്ത് ഓതിയാൽ അവൻ ബന്ധിപ്പിക്കപ്പെട്ട് കഴിയും. കാരണം ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ ഞാൻ ബന്ധിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ റുക്കിയുടെ ഇടയിൽ സംസാരിക്കാൻ, എടാ എന്നെ അഴിച്ചു വിടടാ, ഞാൻ പോയിട്ട് അവരോട് പറയട്ടെടാ, നീ എന്നെ അഴിച്ചുവിട്, നീ എന്നെ ധൈര്യം ഉണ്ടെങ്കിൽ അഴിച്ചുവിട്, ഞാൻ അവരുടെ പോയി ഞാൻ സംസാരിക്കട്ടെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറയട്ടെ എന്ന് പറയുന്ന രീതിയിലൊരു ടോക്ക് എനിക്കുണ്ടായി. നിങ്ങൾ പറഞ്ഞ ജിന്നെ ഇറക്കിയിട്ടുമില്ല, സൊഫാൻ അവിടുന്ന് ജിന്നിനെ കണ്ടിട്ടുമില്ല, ജിന്നെ ഇറക്കാൻ പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കാനും പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കുന്ന ആളുമല്ല, നീ സൊഫാൻ ഇറക്കിയിട്ട് ഇറങ്ങൂല. അപ്പോൾ എന്താ പറയുക, വസ്സലാസിൽ യുസ്ഹബൂൻ വസ്സലാസിൽ യുസ്ഹബൂൻ വസ്സലാസിൽ യുസ്ഹബൂൻ ഇങ്ങനെ ആവർത്തിച്ചോതി, ഫസ്ലുക്കൂഹു ഇങ്ങനെ അങ്ങ് കൊടുത്തപ്പോഴേക്കും അവൻ ചുറ്റും ബന്ധിക്കപ്പെട്ടതായിട്ടാണ് എന്ത് ചെയ്തത്, കണ്ടത്. എന്നിട്ട് അവൻ ഞെരിപിരി കൊള്ളുന്ന രീതിയിൽ. അപ്പം അങ്ങനെ ഒരു തലം കൂടി അതിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം, മാഷാ അല്ലാഹ്. ഞാനപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾ തന്നത് കൂട്ട് ഒരു അറിവ് തന്നോട്ട് ഞാനും അങ്ങോട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നിങ്ങൾ പറഞ്ഞ ജിന്നെ ഇറക്കിയിട്ടുമില്ല, സൊഫാൻ അവിടുന്ന് ജിന്നിനെ കണ്ടിട്ടുമില്ല, ജിന്നെ ഇറക്കാൻ പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കാനും പോയിട്ടില്ല, സൊഫാൻ ജിന്നെ ഇറക്കുന്ന ആളുമല്ല, നീ സൊഫാൻ ഇറക്കിയിട്ട് ഇറങ്ങൂല. നിങ്ങൾ കേട്ടല്ലോ, ഇങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വിചാരിച്ചാൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞ ആളുടെ സംസാരമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ വിസ്ഡം വിഭാഗത്തിലെ പണ്ഡിതനായ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് സത്യമാണോ നുണയാണോ? നിങ്ങൾ ചിന്തിക്കണം.
നിങ്ങൾ ആലോചിക്കണം, സത്യമാണോ നുണയാണോ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? നമ്മൾ തെളിവോടുകൂടിയാണ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും അപകടകരമായ വിശ്വാസങ്ങൾ ഇവർ വെച്ച് പുലർത്തിയിട്ട് ഇതെല്ലാം മറച്ച് ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെക്കുറിച്ച് ആരോപണ പറയുന്നത് എന്ന് വരുത്തി തീർക്കുകയാണ് ഇവർ ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. തീർച്ചയായും താങ്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏറെ അപകടകരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. കാരണം പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും ജനങ്ങളെ നിർഭയത്വമുള്ള ഒരു ജീവിതത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിൽ ഒരു വചനമുണ്ട്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ആരാണ് സന്മാർഗം പ്രാപിക്കുന്നവർ? ആർക്കാണ് ജീവിതത്തിൽ നിർഭയത്വം ഉണ്ടാവുക? അത് അള്ളാഹുവിൽ യാതൊരർത്ഥത്തിലും പങ്കു ചേർക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ്. യഥാർത്ഥത്തിൽ ആ ഒരു അമ്നിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന മുജാഹിദുകളുടെ ഇടയിലേക്ക് ഈ നിലയിലുള്ള വിശ്വാസങ്ങൾ തിരികെ കയറ്റുകയും അതിൻ്റെ പിന്നാമ്പുറത്തുകൂടി സമ്പത്തും മറ്റും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആർജിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ച ഈ സംഭവങ്ങളിലെല്ലാം നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ തൽക്കാലം വേണമെങ്കിൽ ഞങ്ങൾക്ക് മൂടിവെക്കാം. ഞങ്ങൾ മൂടിവെച്ചാലും ഈ വർത്തമാനങ്ങൾ തീർച്ചയായും സമൂഹത്തിൻ്റെ മുന്നിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. കാരണം ഔദ്യോഗികമായി ഈ വിഷയങ്ങളിലുള്ള യഥാർത്ഥമായ നിലപാട് എന്താണ് എന്നുള്ളത് വിസ്ഡം വിഭാഗത്തിൻ്റെ പണ്ഡിത സഭയിലെ ഒരാൾ പോലും ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഞങ്ങൾ ഈ പ്രോഗ്രാം മഹാരഥന്മാരായ പല പണ്ഡിതന്മാരും ഉൾക്കൊള്ളുന്ന വിസ്ഡം വിഭാഗത്തിൻ്റെ പണ്ഡിത സഭയ്ക്ക് മുന്നാകെ ഞങ്ങൾ വെക്കുകയാണ്. മറ്റൊരു വിഷയവുമായി ഇൻഷാ അല്ലാ മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.